നമസ്തേ. ഓണാഘോഷമൊക്കെ കഴിഞ്ഞു കാണും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷകരമായി ഓണം ആഘോഷിച്ച് കാണും എന്ന് കരുതുന്നു. തിരുവോണ ദിവസം കൊല്ലത്തുണ്ടായ ഒരു അപകടം എല്ലാവരും അറിഞ്ഞു കാണും. വാഹനം ഓടിച്ചിരുന്ന ആള് പല കുറ്റകൃത്യങ്ങളിലും ഒരു കുറ്റവാളിയാണെന്നറിഞ്ഞു. കൂടെ ഉണ്ടായിരുന്നത് ഒരു ഡോക്ടറാണ്. ജീവൻ രക്ഷിക്കേണ്ട ഒരു ഡോക്ടറാണ് കൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചു? വാഹനം ഇടിച്ചിട്ടു. ആക്സിഡൻറ്റ് സംഭവിക്കാം, അത് സാധാരണ. എന്നാൽ ഇടിച്ചിട്ട വാഹനം നാട്ടുകാർ മുഴുവൻ കൂടി അത് മുന്നോട്ടെടുക്കരുത് എന്ന് പറഞ്ഞിട്ടും ആ വാഹനം വീണ ആളിൻ്റെ പുറത്തുകൂടെ കയറ്റി ഇറക്കി. ഇത്രയും ക്രൂരമായി ചെയ്യാൻ ഒരാൾക്ക് എങ്ങനെ കഴിയുന്നു? അത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് തൊട്ടടുത്ത ദിവസം ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായി. ഞാനും ഭാര്യയും സ്കൂട്ടറിൽ ഒരു ചെറിയ റോഡിലൂടെ, ഒരു പ്രധാനപ്പെട്ട റോഡല്ല, ഒരു ചെറിയ റോഡിലൂടെ സഞ്ചരിക്കുന്നു. അതിന് മുന്നിലൂടെ ഒരു കാറ് പോകുന്നു. ആ കാറ് ഇടതുവശത്തേക്ക്, ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്, ആ വശത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയുന്നു. ഇത് കണ്ട ഞങ്ങൾ വലതുവശം ചേർന്ന് കുറച്ച് മുന്നോട്ട് പോകുന്നു. ഉടൻ തന്നെ ആ വാഹനം റിവേഴ്സ് ഗിയറിട്ട് പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വരുന്നു. ഞാൻ എൻ്റെ സ്കൂട്ടറിൻ്റെ ഹോൺ അടിച്ചുകൊണ്ടേയിരുന്നു. അത് കേൾക്കാതെ അയാളുടെ കാറ് പുറകോട്ട് വന്ന് സ്കൂട്ടറിൽ ഇടിച്ചു. ഞങ്ങൾ മറിഞ്ഞ് വീണു. എന്നിട്ടും കാറ് പുറകോട്ട് വരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കാർ ഓടിച്ചിരുന്ന ആൾ അറിഞ്ഞത് ഇത് ഇടിച്ചുവെന്ന്. അദ്ദേഹം പുറത്തിറങ്ങി വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ വീണ് കിടക്കുന്നു, വാഹനവും വീണ് കിടക്കുന്നു. ഹോൺ അടിച്ചുകൂടായിരുന്നോ എന്നാണ് ആദ്യത്തെ ചോദ്യം. ഹോൺ മുഴക്കിക്കൊണ്ടേയിരുന്നു, അത് അയാൾ കേട്ടില്ല എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞപ്പോൾ അയാളുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വാഹനത്തിൽ ബൈക്കിൽ നിന്ന് വീണതൊരു സ്ത്രീയാണ്, അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. അവർ തിരിഞ്ഞു പോലും നോക്കിയില്ല. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പോലും നോക്കാതെ അവരതിനകത്ത് തന്നെ ഇരിക്കുന്നു. ഈ ഇറങ്ങി വന്ന ആൾ ഇത്രയും നോക്കിയിട്ട് തിരിച്ച് കയറി വാഹനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ആ വീണവരെ എണീപ്പിക്കാനോ ആ സ്കൂട്ടർ ഒന്ന് നിവർത്തി വയ്ക്കാനോ ഉള്ളൊരു മാനസികാവസ്ഥ അയാൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒന്ന് സഹായിക്കണമെന്ന് പോലും തോന്നാതെ വാഹനവും എടുത്ത് അയാൾ പോകുന്നു. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തിരുവോണ ദിവസം സംഭവിച്ചത് ഒറ്റപ്പെട്ട സംഭവമാണോ? ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങളുടെ ഒരു ആവർത്തനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉയർന്ന ഒരു വെർഷനല്ലേ ഈ തിരുവോണ ദിനത്തിൽ സംഭവിച്ചത്? അപ്പോൾ തിരുവോണ ദിവസത്തിൽ സംഭവിച്ച ആ വലിയ അപകടത്തിന് ആ ഓടിച്ചവർ മാത്രമാണോ ഉത്തരവാദികൾ? അല്ല, നമ്മളെല്ലാവരും ഉത്തരവാദികളാണ്. ഇത്തരം സംഭവങ്ങളെ ചെറുതായി കാണുക, ഇതിനെ ന്യായീകരിക്കുക, കുറ്റകൃത്യങ്ങളെ ചെറിയ കുറ്റകൃത്യങ്ങളെന്നോ വലിയ കുറ്റകൃത്യങ്ങളെന്നോ എന്ന് പറയുക, അവരോടൊപ്പം നിൽക്കുക. ഇത്തരം കാര്യങ്ങൾ, ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും ഇത് പുതിയ ന്യൂ നോർമൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, ഇതൊക്കെ സംഭവിക്കാം, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ, അതൊക്കെ വലിയ കാര്യമാണോ? ഇത്തരം ന്യായീകരണങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ന്യായീകരിക്കാൻ പറ്റാത്ത ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ചെറിയ ചെറിയ സംഭവങ്ങൾക്ക് ഒന്നുകിൽ സ്വയം ജീവൻ നശിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുക എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മാനവരാശി പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ചെറിയ ചെറിയ വികാരങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. ഞങ്ങളുടെ സ്കൂട്ടറിലേക്ക് ഇടിച്ച വാഹനത്തിൽ വാഹനം ഓടിച്ചിരുന്ന ആളും കൂടെ ഇരുന്ന ആളും തമ്മിൽ എന്തൊക്കെയോ വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഇറങ്ങി വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലും അതുണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടായതാണ് ഞങ്ങളോട് കാണിച്ച പ്രതികരണം. ഹോൺ അടിച്ചത് കേൾക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല, ഇടിച്ചിട്ടിട്ട് എണീപ്പിക്കണമെന്ന് പോലും തോന്നിയില്ല. തുടർന്ന് വണ്ടി ഓടിച്ച് പോവുകയാണ് ചെയ്തത്. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല. എവിടെ എന്ത് വികാരം കാണിക്കണമെന്നറിയില്ല. എല്ലാം എക്സ്ട്രീംസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വലിയ വികാരപ്രകടനങ്ങൾ കാണിക്കുന്നവർ. ചെറിയ കാര്യത്തിന് വലിയ ദേഷ്യം വരിക, ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം വിഷമിക്കുക. ഇത്തരം ആളുകളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അത്തരം ആളുകളിൽ നിന്നാണ് ഇത്തരം കുറ്റവാളികൾ ഉണ്ടാകുന്നത്. അതിലേക്ക് എത്തുന്നത് തടയാൻ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ട കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ, ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ സഹായത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് ആവശ്യമെങ്കിൽ സഹായം തേടാനും നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. ഇനിയും ഇതിന് വേണ്ട രീതിയിൽ സമൂഹത്തെ മാറ്റേണ്ടതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി പ്രയത്നിക്കണം.